ആഴ്ചകൾക്ക് മുൻപാണ് തൊടുപുഴയിൽ കൊട്ടേഷൻ കൊലപാതകം നടന്നത്. സാമ്പത്തിക തർക്കത്തെ തുടർന്ന് ബിസിനസ് പങ്കാളിയായ ജോമോൻ മുൻ ബിസിനസ് പങ്കാളിയായ ബിജു ജോസഫിനെ കൊലപ്പെടുത്തുകയായിരുന്നു. തുടർന്നുള്ള പോലീസ് അന്വേഷണത്തിലാണ് ജോമോന്റെ ശബ്ദരേഖ പോലീസിന് ലഭിച്ചത്. ദൃശ്യം മോഡൽ കൊലപാതകം നടത്തിയെന്നായിരുന്നു ജോമോന്റെ വെളിപ്പെടുത്തൽ. കൊലപാതകത്തിന് ശേഷം ജോമോൻ പലരെയും ഫോണിൽ വിളിച്ച് കൊലപാതക വിവരം പങ്കുവച്ചതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ശബ്ദത്തിന്റെ ആധികാരികത പരിശോധിക്കാൻ പോലീസ് വോയിസ് ടെസ്റ്റ് നടത്തും. ജോമോൻ വിളിച്ച ആളുകളുടെ മൊഴിയെടുക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. അതേസമയം കേസിൽ ജോമോൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കായി പോലീസ് വീണ്ടും കസ്റ്റഡി അപേക്ഷ നൽകി. കസ്റ്റഡി അപേക്ഷ നാളെ തൊടുപുഴ മുട്ടം കോടതി പരിഗണിക്കും. അതേസമയം കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് പോലീസ് സംശയിക്കുന്ന ജോമോന്റെ ഭാര്യയുടെ അറസ്റ്റും ഉടനുണ്ടായേക്കുമെന്നാണ് സൂചന. ബിസിനസ് പങ്കാളികളായ ബിജുവും ജോമോനും പാർട്ട്ണർഷിപ്പ് വേർപിരിഞ്ഞ ശേഷം നടന്ന തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി മാലിന്യക്കുഴിയിൽ മൃതദേഹം താഴ്ത്തുകയായിരുന്നു. സീ മലയാളം ന്യൂസ്, ഇടുക്കി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.